നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കിതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ കൊച്ചേ? ഞാൻ വേണമെങ്കിൽ എല്ലാരെയും പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇറക്കാം. വേണ്ട ഗിരിയേട്ടാ, ഞാൻ മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട്, അയാളിപ്പോ എത്തും. എന്താ ഗിരി ഇവിടെ? ആഹാ, ശാലിനി മോളെപ്പോഴാ ബാംഗ്ലൂരിന്ന് വന്നേ? താനാരാ? ഞാൻ ഫ്രാൻസിസ്. ഗോപാൽജിക്ക് എന്നെ നന്നായിട്ട് അറിയാം. മോളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. ഗിരി, കണ്ടവരോടൊക്കെ സംസാരിച്ചെന്ന് സമയം കളയുന്നതിനാ. കം ലെറ്റ്സ് ഗോ. ഇനിയും വൈകിട്ടൊന്നും ഇല്ല കൊച്ചേ. ഈ ജോലി വേണ്ടെന്ന് വെച്ച് കല്യാണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ശാലിനി, എന്താ മോളെ വൈകിയത്? അച്ഛൻ രാവിലെ തൊട്ട് കാത്തിരിക്കുക മോള് വരാൻ. ഞാൻ ബീച്ച് കാണാൻ പോയതാ അച്ഛാ. നാട്ടിൽ വന്ന ആദ്യത്തെ നിന്റെ സ്റ്റോപ്പ് അതാണല്ലോ. നിനക്കെന്താ ആ സ്ഥലത്തിനോട് ഇത്ര അറ്റാച്ച്മെന്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് കുറെ നല്ല ഓർമ്മകളെ സമ്മാനിച്ച സ്ഥലം അത്. നമ്മൾ അവിടെ കുറെ തവണ പിക്നിക്കിന് പോയിട്ടില്ല അച്ഛാ. ഓ, മനസ്സിലായി. ഇനി അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് പോവാം. മോള് വാ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു ജയിലില് വന്ന് കാണേണ്ടി വരുമെന്ന്. ഏതോ പെണ്ണ് കേസിൽപ്പെട്ട അകത്തായിരുന്നു എന്ന് കേട്ടു. നിനക്കെന്നെ ജയിലിൽ വന്ന് കാണാൻ ഭയങ്കര താല്പര്യം തോന്നുന്നു. അല്ല, ജയിലിലാകുമ്പോ നിന്റെ അതേ വൈബിലുള്ള കുറെ കൂട്ടുകാർ കിട്ടുമല്ലോ. നീ അവിടെ പോയി കുറച്ചു കാലം ചില്ല് ചെയ്തിട്ട് വരുമെന്ന് കരുതി. നീ എന്റെ തോൽവി കാണാനായിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ അത്ര പെട്ടെന്നൊന്നും എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല. എനിക്കറിയാം, ദൈവം പാപികളെ പന പോലെ വളർത്തുമെന്നല്ലേ. മോൾ എന്തൊക്കെയായി പറയുന്നു? നിന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കോടതി കേസ് തള്ളിക്കളഞ്ഞില്ലേ? ഇതൊക്കെ ശത്രുക്കള് നമ്മുടെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് മോളെ. ഇവന്റെ കാര്യമായതുകൊണ്ട് അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല ഡാഡി. നിർത്ത്. ഇങ്ങോട്ട് വന്നപ്പോഴേ തുടങ്ങിയോ വഴക്ക്? നീയല്ലേ, നിനക്ക് ഓഫീസ് വർക്കുള്ളതല്ലേ? ഓ, മോള് വന്നാ പിന്നെ എന്നെ കാണണ്ടല്ലോ. ഞാൻ പോയേക്കാം. സഞ്ജയ്ക്ക് നല്ല വിഷമായിട്ടുണ്ട് ഗോപാൽജി. അതൊന്നും സാരമില്ല ഗിരി. ഇവര് തമ്മിലുള്ള കുട്ടിക്കളി ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ? മോള് വരുന്ന സന്തോഷത്തില് അച്ഛൻ കുറെ സാധനങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. നോക്ക്. ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഇല്ല. പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഗിരിയോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് ഐസ്ക്രീം കഴിക്കണോന്ന്. കേക്കണ്ടേ? അതെന്താ ഗിരി,
മോൾ ഇത്രയും ചെറിയൊരു ആഗ്രഹം പറഞ്ഞിട്ട് നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലേ? ഗോപാൽജി ഇന്ന് ഹോട്ടലിൽ കുറച്ച് തിരക്കുള്ളതാ. എന്റെ മോളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി നിനക്ക്. നീ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി അവക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ചെല്ല്. അല്ല ഗോപാൽജി, ഞാൻ പറയുന്ന അങ്ങോട്ട് ചെയ്താ മതി. ഓ ഹലോ, നാളെ നമുക്ക് എക്സൈസ് മന്ത്രി ഒന്ന് കാണാം. ബാറ് നടത്തേണ്ടത് നമ്മുടെ ആവശ്യമല്ലേടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നേടിയെടുക്കും. അത് എന്റെ ഒരു ശീലമാണ് ഗിരി. അപ്പൊ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോവല്ലേ? നടക്ക് ഗിരി. മിനിമോള് പോവാണല്ലേ? മിനിമോള് ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്ക് കാണുന്നില്ലല്ലോ. ഒരു കമ്പനിക്ക് ആരുമില്ല. അയ്യടാ, കമ്പനി അടിക്കാൻ പറ്റിയൊരു സാധനം. എന്താ? അച്ഛന് തീരെ വയ്യ സർ. രാത്രി ആരെങ്കിലും കൂടിയില്ലെങ്കിൽ ശരിയാവില്ല. അതാ അരവിന്ദക്ഷൻ സാറിനോട് പറഞ്ഞ് പ്രത്യേക പെർമിഷൻ എടുത്തത്. ആ, ഇന്നും മഞ്ജുമോളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആ, മഞ്ജുവിന്റെ ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ചുമ്മാ സമയം കളയാതെ ജോലി ചെയ്യാൻ നോക്ക്. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളൊക്കെ ആരാണോ പോലീസിലെടുത്തത്? നീ ഒന്ന് സൂക്ഷിച്ചോ, അയാളൊരു വൃത്തികെട്ടവനാ. എനിക്ക് പേടിയാവുന്നു മിനി. നിനക്ക് നിന്റെ കൂടെ നിൽക്കാമോ? അയ്യോ, അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ മഞ്ജു. എനിക്ക് പോയേ പറ്റൂ. ഇന്നേ നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നാളെ നമുക്ക് അരവിന്ദാക്ഷ സാറിനോട് പറഞ്ഞ് ഡ്യൂട്ടി ടൈം മാറ്റിപ്പിക്കാം. ഓക്കെ? മിനിമോളെ, പോട്ടെടാ. മിനിമോള് പോയല്ലേ? ഒരാള് മാത്രമായിട്ട് കമ്പനി അടിച്ചേർന്നുള്ള പ്രശ്നം ഇതാ. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ എല്ലാവരുമായിട്ടൊരു കമ്പനി ആവണ്ടേ? ബിജുകുട്ട, മഞ്ജുമോള് ഭയങ്കര ഗൗരവക്കാരിയാന്ന്. നമ്മളോടൊന്നും കമ്പനി അടിക്കാൻ മാഡത്തിന് ഒരു താല്പര്യം ഇല്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. അഡ്രസ് പറയൂ. നിങ്ങളല്ലേ? ഞങ്ങളിത് ഇറങ്ങി. ഞങ്ങൾ എത്തുന്നവരെ ബാബു ഇവിടെ നിന്ന് മാറരുത്. ആത്മഹത്യയാണ് സാറേ. പള്ളിമുക്ക് ജംഗ്ഷന്റെ അടുത്തുള്ള ഒരു വീട്ടിലാ. എന്നാ ഇറങ്ങാ. നീ എങ്ങോട്ടാ? അല്ല, സാറിന്റെ കൂടെ ഞാനും മഞ്ജും പോയിക്കോളാം. ആത്മഹത്യയല്ലേ സാർ? മഞ്ജുവിന് ബുദ്ധിമുട്ടാവില്ലേ? ആഹാ, അപ്പൊ അങ്ങനെ അവളുടെ സൗകര്യത്തിലാണോ പോലീസ് പണി ചെയ്യുന്നത്? ഇത്തവണത്തേക്ക് മഞ്ജുവിനെ ഒഴിവാക്കാൻ സാർ. ഞാൻ സാറിന്റെ കൂടെ വരാം. നീ എന്റെ കൂടെ വന്നാ